ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എക്സാം ഹാളിൽ എന്ത് ഡ്രസ്സ് ഇടണമെന്നുള്ളത്. പണ്ട് ഞാൻ എഴുതുന്ന ഒരു ടൈമിൽ നമ്മൾ എൻ്റെ ആദ്യത്തെ തവണ ഞാൻ എഴുതുമ്പോഴത്തേനും എനിക്ക് അങ്ങനെയുള്ള റൂൾസുകളൊന്നും നമുക്ക് ആർക്കും ഇല്ലായിരുന്നു. നമുക്ക് ധൈര്യമായിട്ട് അങ്ങ് നമ്മൾ എന്താണ് ഇട്ടുകൊണ്ട് വരുന്നത് അങ്ങനെ അങ്ങ് പോകാം. നമ്മൾ ഈ കമ്മലോ മാലയോ അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ബ്ലൂടൂത്ത് ക്യാമറാസും അങ്ങനെയുള്ള കുറച്ചുകൂടെ ശാസ്ത്രം വളർന്നത് കാരണം അവരും വിചാരിച്ചു ഓക്കെ ഇനി ചെക്കൊക്കെ ചെയ്തിട്ട് കയറ്റിയാൽ മതി എന്നുള്ളൊരു സംഭവം വന്നതോടുകൂടിയാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയത്. അപ്പം നമുക്ക് ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോയാൽ മതി. പക്ഷേ ആ എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോയതിൽ തന്നെ അവരുടെ റൂൾസിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം എക്സാം എഴുതാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ ഒരു ടെൻഷനും കൂടെ വെറുതെ എടുത്ത് വയ്ക്കണോ? അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ നിങ്ങളങ്ങ് ഇൻവോൾവ് ആകണ്ട. എങ്കിലും ഡ്രസ്സിൻ്റെ ഏതൊക്കെ ഡ്രസ്സുകൾ ധരിച്ചൂടാ എന്നുള്ളതിൻ്റെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ദാറ്റ് അവിടെ ചെന്നിട്ട് നിങ്ങൾ പാനിക്കായിട്ട് അയ്യോ എന്ന് നിങ്ങൾ തോന്നരുതല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളൊന്ന് ഡ്രസ്സുകളൊന്ന് ഒരു തീരുമാനിച്ച് വയ്ക്കുക. അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട. അയ്യോ ഏത് ഡ്രസ്സ് ഇടണമെന്നൊന്നും ആലോചിച്ചിട്ട് ഒരുപാടൊന്നും ടൈം സ്പെൻഡ് ചെയ്യരുത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു റൂൾസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അവിടെ ചെന്ന് പ്രശ്നമാകും. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ പെൺകുട്ടികളുടെ കാര്യത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ ആദ്യം നമ്മുടെ മുടിയാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൂടുതൽ സെൻറ്റേഴ്സിലും ക്ലിപ്സുകളൊന്നും അങ്ങനെ അലൗഡ് അല്ല. റബ്ബർ ബാൻഡ് ആണെങ്കിൽ പോലും ബുഷ് ബൺ, അതിനെ നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഈ നമ്മൾ മടക്കി വെക്കുന്ന ബണ്ണെന്നല്ലേ പറയണം. ഞാൻ ബുഷ് എന്നാണ് പറയണത്. അപ്പോൾ അതും അങ്ങനെ അലൗഡ് അല്ല. പക്ഷേ എല്ലാ സെൻറ്റേഴ്സിലും അങ്ങനെ അല്ലെങ്കിലും ചില സെൻറ്റേഴ്സിൽ അത് അനുവദിക്കാറുണ്ടെങ്കിലും നിങ്ങൾക്ക് മുടി കെട്ടിവെക്കണം എന്നുള്ള ഇതിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മുടി ഒന്ന് പിന്നിയോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഹെയർ ആണെങ്കിൽ തൽക്കാലത്തേക്ക് അഴിച്ചിടുകയോ അങ്ങനത്തെ ഒരു രീതിയിൽ പോകും. ക്ലിപ്സ് ഒന്നും അലൗഡ് അല്ല. ചില സെൻറ്റേഴ്സിൽ ബുഷ് അലൗഡ് ആണ്, പക്ഷെ ചിലതിൽ അവർ അതും റിമൂവ് ചെയ്യിപ്പിക്കും. പിന്നെ മുടിയുടെ കാര്യം കഴിഞ്ഞു. നിങ്ങൾക്കടുത്ത് ഇതിൻ്റെ കാര്യത്തിലോട്ട് വരാം, കമ്മലിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഇയറിങ്സ്, മാല, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈവൻ റിലീജിയസ് സംഭവങ്ങളാണെങ്കിൽ പോലും അവർ അലൗഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ മെറ്റലായിട്ടുള്ള ഒരു കമ്മലും അതുപോലെ തന്നെ മാലയും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് അതുപോലെ തന്നെ റിങ്സ് അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം അവോയ്ഡ് ചെയ്യുക. അതൊന്നും ഇട്ടുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ ഡ്രസ്സാണ്. അപ്പോൾ ഡ്രസ്സെന്ന് പറയുമ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ ടോപ്സുകളാണെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ലൂസ് ടീഷർട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ ടീഷർട്ട്സ് ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുർത്തി ഇടാം. അപ്പോൾ ഈ കുർത്തിയിലാണെങ്കിലും ടീഷർട്ട്സിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഫുൾ സ്ലീവുകളൊന്നും ഇട്ടുകൊണ്ട് പോകരുത്. അവർക്ക് വേണ്ടത് ഹാഫ് സ്ലീവുകളാണ്. ഏകദേശം ഈ ഒരു ടൈപ്പിലുള്ള ഹാഫ് സ്ലീവുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ അയ്യോ 3/4 ഇടാൻ പറ്റുമോ അങ്ങനത്തെ ഉള്ളതൊക്കെ മാറ്റിയേക്കാം. ഒരു പ്രശ്നവും ഇല്ലാത്തത് അങ്ങ് ഇട്ടുകൊണ്ട് പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ മാന്യമായിട്ട് ഒന്നെങ്കിൽ ഒരു സിമ്പിൾ ടീഷർട്ട് ഹാഫ് സ്ലീവ് ഉള്ളൊരു സിമ്പിൾ ടീഷർട്ട് ഇടുക, അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു കുർത്തി ഇടുക. കുർത്തി എന്ന് പറയുമ്പോൾ ഫുൾ കൈയോ 3/4 ആകരുത്, ഹാഫ് സ്ലീവ് അങ്ങനത്തെ ടൈപ്പിലുള്ള ഒരു കുർത്തി ഇടുക. അതല്ല ഓക്കെ. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് പാൻസിൻ്റെ കാര്യമാണ്. നിങ്ങൾ ടൈറ്റായിട്ടുള്ള ലെഗിൻസുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ലെഗിൻസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ടൈറ്റ് ഡ്രസ്സുകൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലാസോ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലാത്ത ലൂസ് പാൻസുകളില്ലേ, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ജീൻസ് മാക്സിമം ഒഴിവാക്കുക. എൻ്റെ പട്ടി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ജീൻസ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ചിട്ടാണോ എന്ന് തോന്നുന്നു. ഓക്കെ, ജീൻസ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം അതിൽ മെറ്റൽ ക്ലിപ്സുകളും അങ്ങനത്തെ ഒക്കെ വരുന്നത് കാരണമാണ് നമ്മൾ ജീൻസും അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല ജീൻസ് ഇടുന്നതിനോട്. അപ്പം നമുക്ക് ആ ഒരു കാര്യമായി. ബോട്ടം വെയറും അങ്ങനത്തെ ആയി. ഇനിയുള്ളത് ദുപ്പട്ട നിങ്ങൾക്ക് നിങ്ങളുടെ കൾച്ചറൽ ബിലീഫ്സിൽ അത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹിജാബ്സ് ഇടണം അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇടാവുന്നതാണ്. കാരണം കസ്റ്റമറി ഡ്രസ്സ് അവർ ഇടാൻ പാടില്ല എന്നുള്ളൊരു റൂൾ അവർ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദുപ്പട്ട ഇടുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറി ഡ്രസ്സ് ഇടണം. ഇപ്പം നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ പിന്നെ കുറച്ച് നമ്മുടെ ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതൽ, സിഖുകാർ, അവർക്കൊക്കെ തലയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടണമല്ലോ. അതൊക്കെ അവരുടെ റിലീജിയസ് സംഭവത്തിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി നമ്മുടെ ചെക്കിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നേരത്തെ ഒന്ന് എക്സാം സെൻറ്ററിലോട്ട് പോവുക. അത് മാത്രമേ ഉള്ളൂ.
അടുത്ത് പറയാനുള്ളത് ഫുഡ് വെയറിനെ പറ്റിയിട്ടാണ്. നമ്മൾ ചെരുപ്പിടുമ്പോൾ നിങ്ങൾ കൂടുതൽ അതിലോട്ട് പോകണ്ട. വീട്ടിൽ ഇടുന്ന ചപ്പലില്ലേ, സ്ലിപ്പർ, അതിട്ടുകൊണ്ട് പോയാൽ മതി. ആരും അവിടെ നിങ്ങളെ സ്ലിപ്പറോ നിങ്ങളുടെ ഡ്രസ്സോ ഒന്നും നോക്കത്തില്ല. ആരെങ്ങനെ പോയാലും അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഒരേ കോലത്തിലായിരിക്കും ഇരിക്കുന്നത്. കമ്മലും ഇല്ല, മാലയും ഇല്ല, ഡ്രസ്സും അങ്ങനെ, ദൈവമേ, ചെരുപ്പ് അങ്ങനെ, അങ്ങനത്തെ ഒരു എല്ലാവരും ഏകദേശം കാണാൻ ഒരുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെരുപ്പ് ഏതിടണം അങ്ങനത്തെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ വീട്ടിൽ ഇരുന്ന സ്ലിപ്പർ ആണെങ്കിൽ ഇട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ട് പോവുക. ഹീൽസുകളൊന്നും ഇടരുത്, അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ വീട്ടിൽ ഈ നമുക്ക് ഇപ്പോഴത്തെ പുതിയ സെറ്റ്സ് നൈറ്റ് വെയർസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു ടീഷർട്ടും കോൺട്രാസ്റ്റ് ഒരു പാൻറ്റും ആയിരിക്കും, അതിട്ടുകൊണ്ട് പോയാലും ഒരു കുഴപ്പമില്ല. അതൊക്കെയാണെങ്കിൽ കൂടുതൽ സിമ്പിളാണ്, കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ലൂസ് ടീഷർട്ടും ലൂസ് പാൻസുമായി അങ്ങ് പോവുക. വീട്ടിൽ ഉറക്കം എഴുന്നേറ്റിട്ട് എങ്ങനെയാണോ ആ ഒരു സംഭവത്തിൽ അങ്ങ് പോയാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ആണുങ്ങളുടെ അല്ലെങ്കിൽ മെയിലിൻ്റെ ഡ്രസ്സുകളുടെ പറ്റിയിട്ടാണ്. നിങ്ങളും ഇത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്, വലിയ വ്യത്യാസമൊന്നുമില്ല. ടീഷർട്ട് ഇടുക. അപ്പോൾ ടീഷർട്ട് ഇടുമ്പോൾ നിങ്ങൾ സിമ്പിൾ അതുപോലെ ഹാഫ് സ്ലീവ് ടീഷർട്ട്സ് ഇടാൻ ശ്രദ്ധിക്കുക. പാൻസ് ആണെങ്കിൽ തന്നെ ജീൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ജീൻസിൽ മറ്റേ മെറ്റലിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ടൈറ്റ് പോലെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. സാധാരണ ഈ കുർത്ത പാൻസ് പോലത്തെ പാൻസ് ഉണ്ടല്ലോ, ആ പാൻസോ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ നൈറ്റ് ഡ്രസ്സിൻ്റെ, നിങ്ങൾക്ക് മെയിലിൽ തന്നെ നൈറ്റ് ഡ്രസ്സുകളുണ്ടല്ലോ, അങ്ങനത്തെ സാധാരണ ഒരു ലൂസ് പാൻറ്റ് അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് വേണ്ടി മേടിക്കാനൊന്നും പോകണ്ട, സാധാരണ ഒരു പാൻസ്, അങ്ങനെ ഒരു പാൻസ് നിങ്ങൾ ഇട്ടുകൊണ്ട് പോവുക. ചപ്പലാണെങ്കിൽ തന്നെ അതും സെയിം തന്നെയാണ്, ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇടുന്ന സാൻഡൽസ് ഇട്ടുകൊണ്ട് പോവുക, നമ്മുടെ സ്ലിപ്പർ ഇട്ടുകൊണ്ട് പോവുക. അത്രയൊക്കെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ ടൈറ്റ് ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യുക, അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം കോമൺ ആയിട്ട് അവർ അലോ ചെയ്യുന്നത്, നമുക്ക് സ്പെക്സ് വെക്കുന്നവർ അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് വെക്കുന്നവർക്ക് അത് പ്രശ്നമില്ല. ഞാൻ എൻ്റെ എക്സാം എഴുതാൻ പോയപ്പോഴത്തേനും എൻ്റെ സെൻറ്റർ വന്നിട്ട് നമ്മുടെ ഇവിടെയായിരുന്നു, എരുമേലിയിലായിരുന്നു എൻ്റെ സെൻറ്റർ വന്നിട്ട്. അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് കണ്ണാടിയുണ്ട്. അപ്പം കണ്ണാടി വെച്ചപ്പോഴത്തേനും അവരെൻ്റെ അടുത്ത് പറഞ്ഞാൽ കണ്ണാടി ഒന്ന് ഊരി തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുറേ നമുക്ക് കണ്ണിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല, എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് കണ്ണാടിയിലും ക്യാമറ വയ്ക്കുമെന്ന്, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കണ്ണാടി സ്പെക്സ് നമുക്ക് അലൗഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ചെവിയിൽ എന്തെങ്കിലും കേൾവിക്ക് പ്രശ്നം അങ്ങനെ ഉള്ളവരാണെങ്കിലും ഹിയറിംഗ് എയ്ഡ്സ് അലൗഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ അത് ഈ ഒരു സംഭവം കുറവാണ്. കൂടുതലും നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ ആ ഭാഗത്തോട്ട് വരുന്നവരാണ് ടാറ്റു ചെയ്യാറുള്ളത്. അപ്പോൾ ടാറ്റു ഉണ്ടെങ്കിലും അത് പ്രശ്നമല്ല. അപ്പം ഞാൻ കണ്ടിടത്തോളം കേരളത്തിൽ ഭയങ്കര കുറവാണ് ടാറ്റു ചെയ്തിട്ടുള്ളവരൊക്കെ. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ എന്ത് നിങ്ങൾക്ക് അലൗഡ് അല്ല എന്നുള്ള കാര്യം കോമൺ, അതായത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ അവർക്ക് അലൗഡ് അല്ലാത്തതാണ് നമ്മുടെ സൺഗ്ലാസ്. നമ്മളിപ്പോൾ സൺഗ്ലാസ് വെച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, എക്സാം അല്ലേ. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ്, റിസ്റ്റ് ബാൻഡ്, അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അതൊന്നും വേണ്ട. അതുപോലെ തന്നെ നെയിൽ പെയിൻറ്റുകളാണെങ്കിൽ തന്നെ നമ്മൾ ക്യൂടെക്സ് എന്നൊക്കെ പറയണമല്ലോ, നെയിൽ പെയിൻ്റ് ആണെങ്കിൽ തന്നെ അതും നമുക്ക് ആവശ്യമില്ല, അവിടെ വേണ്ട. അതുപോലെ തന്നെ മെഹന്തി, അങ്ങനത്തെ സംഭവങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മൾ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ലാതെ പച്ചയായ മനുഷ്യനായിട്ട് പോകണം, അതാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തേക്കല്ലേ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ആ ഒരു കാര്യം. ഇപ്പോൾ ഇതാണ് നമ്മുടെ നീറ്റിൻ്റെ ഡ്രസ് കോഡ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.